ഒരു സംഭവം വലിയ രീതിയിലുള്ളൊരു വാർത്തയായിട്ട് മാറുന്നു. താങ്കൾക്കറിയാവുന്നതുപോലെ ഇതൊന്നും അത്ര വലിയ പുത്തരിയുള്ള സംഭവമല്ല. പക്ഷേ താങ്കളുടെ പേര് എസ്.ഐക്ക് അറിയാത്തതിൻ്റെ പേരിൽ എസ്.ഐ സസ്പെൻഷനിലാവുമോ എന്നുള്ളതാണ് ചിലരെങ്കിലും ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ സസ്പെൻഷനും ഓർഡറും ഒന്നും താങ്കളുടെ പേരറിയാത്തതിൻ്റെ പേരിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? പേരറിയാത്തതല്ല, പേരറിയാത്ത പോലെ അഭിനയിച്ചു എന്നുള്ളതാണ് വിജിൻ മനസ്സിലാക്കിയത്. ശരിക്കും വിജിൻ നമ്മുടെ എസ്.ഐക്ക് പേരറിയത്തില്ലായിരുന്നു. ആ സസ്പെൻസ് ആദ്യമേ അങ്ങ് പൊളിക്കാം. അല്ല, അതിൽ അനുസർ ആദ്യം ഒരു കാര്യമുള്ളത്, ഈ യഥാർത്ഥത്തിൽ പേരറിയാത്തത് ആരുടെയും ഒരു കുറ്റമായി കാണുന്ന ഒരാളല്ല ഞാൻ. കാരണം എൻ്റെ പേര് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന ധാർഷ്ട്യം അത് വ്യക്തിപരമായി അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ സ്വയം പരിചയപ്പെടുത്തുമ്പോഴും എപ്പോഴും വിജിൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ചില ആളുകൾ പറയും അറിയാമെന്ന് പറയും, ചില ആളുകൾ അറിയില്ല എന്ന് പറയും. അപ്പോൾ ഇന്ന ആളാണെന്ന് കൂടുതലൊരു പരിചയപ്പെടുത്തൽ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു എസ്.ഐക്ക് എൻ്റെ പേരറിയാത്തത് ഒരിക്കലും ഒരു മോശമായിട്ടോ അത് ആരുടെയെങ്കിലും അല്ലെങ്കിൽ ആ എസ്.ഐയുടെ ഒരു കുറ്റമായിട്ടോ ഞാൻ ഒരിക്കലും കാണുന്നില്ല. അങ്ങനൊരു നിലപാട് ഞാൻ ഒരിക്കലും സ്വീകരിക്കാറില്ല. പക്ഷെ ഇവിടെ എസ്.ഐക്ക് പേരറിയാത്ത വിഷയമല്ല. ഞാനവിടെ സമരത്തിന് പോയി ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ഏതായാലും എം.എൽ.എ ബോർഡ് വെച്ചൊരു വാഹനത്തിലാണ് പോയി ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ആ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ആ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ബോർഡ് വെച്ച കാറിൽ നിന്നാണ് ഞാൻ ഇറങ്ങുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഇനി എന്നെ മനസ്സിലായില്ലെങ്കിൽ ആ നഴ്സുമാരുടെ സമരത്തിൽ അവർ പിടിച്ച ആ ബാനറിൽ എൻ്റെ വലിയൊരു ഫോട്ടോയും എൻ്റെ ഒരു പേരും ഒക്കെ അതിനകത്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സമരം തുടങ്ങിയപ്പോൾ ഉദ്ഘാടകനായി എന്നെ വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ പേര് വെച്ച് വിളിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ട് സ്വാഭാവികമായിട്ടും എന്നെ ഒരുപക്ഷെ നേരത്തെ അറിയുമായിരിക്കില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇയാൾ എം.എൽ.എ ആണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ സമരം കലക്ട്രേറ്റിനകത്തേക്ക് കയറി ഞാൻ അവിടെ വാഹനം ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ചിരിച്ച് അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇതെങ്ങനെയാണ് ഇവർ ഇതിനകത്തേക്ക് കയറിപ്പോയത്? അതൊരു ശരിയല്ല, നമുക്ക് പുറത്തേക്ക് പോവാം. ഞാൻ അവിടെ ഉണ്ടായ മാധ്യമപ്രവർത്തകരോട് തന്നെ പറഞ്ഞ ഒരാളാണ്. എന്നിട്ട് സമരത്തിൽ പങ്കെടുക്കുന്ന, കാരണം എൻ്റെ മണ്ഡലത്തിലെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നഴ്സുമാരോട് ഞാൻ പറയുന്നുണ്ട്, നമുക്ക് പുറത്തേക്ക് പോകണം, ഇതിനകത്തുനിന്ന് സമരം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ അവരോട് പറയുന്നുണ്ട്. പക്ഷെ അതിനിടയിലാണ് ഇദ്ദേഹം വളരെ മോശമായിട്ട് എന്നോട് പെരുമാറിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ രീതിയിലാണ് പെരുമാറ്റമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ സംസാരിക്കാം, എനിക്കെതിരെ കേസെടുക്കുന്ന പറഞ്ഞത്. ഞാൻ പറഞ്ഞു, കേസെടുക്കുമെങ്കിൽ പിന്നെ പുറത്ത് പോയാൽ നിങ്ങൾ കേസെടുക്കും, അകത്ത് നിന്നാലും കേസെടുക്കും, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് തന്നെ സംസാരിക്കാം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു കാര്യത്തിലൊരു ഇടപെടൽ നടത്തായിരുന്നു. കാരണം എന്നോട് സൗഹൃദത്തിൽ പറഞ്ഞു, നമുക്കൊന്ന് പുറത്തുനിന്ന് ചെയ്യാം, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരേണ്ട ഒരു വിഷയമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പുറത്തേക്ക് കൂട്ടി പോകാൻ തയ്യാറായ ഒരാളും കൂടിയാണ്. ഇത്രയും ദിവസം കഴിയുമ്പോൾ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഇത്ര ദിവസമായല്ലോ. അപ്പോൾ വിജിന്റെ ഒരു ഡയലോഗാണ് അന്ന് എല്ലാവരും പ്രധാന തലക്കെട്ടാക്കിയത്, സുരേഷ് ഗോപി കളിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊന്നുമല്ല മാധ്യമങ്ങൾ കൊടുത്തത് എന്നൊരു പരാതിയും വിജിൻ അന്നുണ്ടായിരുന്നു. ഞാൻ വിജിനോട് സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞ ശേഷം അതിലേക്ക് ആലോചിക്കുമ്പോൾ ഞാൻ ആ വാചകം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ രൂപത്തിൽ അതാവുമായിരുന്നില്ല എന്നൊരു ആലോചനയിൽ എത്തുന്നുണ്ടോ? അതിൽ എൻ്റെ മനസ്സിലൊരാലോചന, യഥാർത്ഥത്തിൽ ഇത്രയൊരു വിവാദം വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ മൈക്ക് തട്ടിയെടുത്ത സമയത്ത് തന്നെ ഒരുപക്ഷെ എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു അങ്ങേയറ്റത്തൊരു വികാരത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ കണ്ടാലറിയാം, ഞാൻ കൈകെട്ടി നിൽക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലൂടെ ഇതെല്ലാം പോകുന്നുണ്ട്. ഞാനിപ്പോൾ പ്രതികരിച്ചാൽ, സാധാരണ നമ്മളെ നാട്ടിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയാറുണ്ട്, ഈ വലിയ വണ്ടി പോയിട്ട് ചെറിയ വണ്ടിയിൽ തട്ടി ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ കുറ്റം ചെറിയ വണ്ടിയുടേതാണെങ്കിലും പക്ഷേ ആളുകൾ ചീത്ത പറയുക വലിയ വണ്ടിയുടെ ഡ്രൈവറെയാണ്. അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ ആ തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറേ പിടിച്ചു നിന്നത്. രണ്ടാമത്, ഞാൻ ഉദ്ഘാടനം ചെയ്തതിന് മൈക്ക് തട്ടിയെടുത്തു. ഞാൻ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ മാറിയിരിക്കുമ്പോഴാണ് ആ വനിതാ കോൺസ്റ്റബിൾ ഒരു പുസ്തകം എടുത്തിട്ടാണ് വരുന്നത്. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ ചോദിച്ചു, എന്തിനാണ് എൻ്റെ പേര്? നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ എസ്.ഐ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്ന രീതി, ഇങ്ങനെയല്ല. ഞാൻ ഒരുപാട് സമരത്തിൽ പങ്കെടുത്തിരുന്നു, ഇങ്ങനെ പേര് വന്ന് ചോദിച്ചിട്ട് കേസെടുത്തിട്ടില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, സൗഹൃദത്തിലാണ് പറഞ്ഞു, ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ പേര് കേസെടുക്കണമെങ്കിൽ നാളെ രാവിലത്തെ പത്രത്തിൽ എൻ്റെ പേര് വരും, നിങ്ങൾ അതിൽ നോക്കി പേരെടുത്തോളൂ. കാരണം ഞാനും ആ വനിതാ കോൺസ്റ്റബിൾ സംസാരിക്കുന്നതിന് മീറ്ററുകളില്ല ആ ബാനറിൽ എൻ്റെ ഫോട്ടോയും എൻ്റെ പേരും. അവർ നിന്ന അതേ സ്ഥലത്ത് നിന്നാണ് അധ്യക്ഷ എന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായ രണ്ടാമത്തെ സംഭവം. എന്നിട്ടും ഞാൻ അവിടെ കൈകെട്ടിയിരുന്നു. അപ്പോൾ പിന്നെയും എസ്.ഐ പിറകിൽ നിന്ന് ഒന്ന് രണ്ട് വർത്തമാനങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിഞ്ഞ് സുരേഷ് ഗോപി സ്റ്റൈല് പറഞ്ഞത്.